ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. മിക്സി പണി മുടക്കി, അതുകൊണ്ട് അമ്മിയിലിട്ട് അരക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് കറി എന്താണെന്നുള്ളത് നോക്കിയാലോ. അത് വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ളതും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ളതും അല്ലേ. ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭയങ്കര വലിച്ചു. അപ്പേ അരി വേവിച്ചു, ചോറ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ വേറെ കറി, ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ മേടിച്ചു വന്നിട്ടുണ്ട്. എന്തോരം ചിക്കൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങളിത് 2-3 ഇതായിട്ട് പകർത്തി മാറ്റി വയ്ക്കും. ആവശ്യമനുസരിച്ച് കുറേശ്ശെ എടുത്ത കറി വയ്ക്കുള്ളൂ. അപ്പോൾ ഇതിനെന്തോ ഒരു പ്രത്യേകത, ഈ കുത്തി വെക്കുന്നതല്ലേ, കുത്തി വെച്ചെന്നുള്ള നമ്മൾ ഇത് കഴിക്കുന്നത്. അപ്പം ഇത് നല്ലതല്ലാന്ന് ചിലര് പറഞ്ഞു കേട്ടു, എനിക്കറിയില്ല. അത് കേട്ടാൻ തുടങ്ങി ഞാനത് എടുക്കാറില്ല. കഴുകിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. 2 ഇതായിട്ടാണ് കേട്ടോ ഞാൻ പകർത്തി എടുത്ത് വെച്ചിരുന്നത്. ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. പിന്നെ ഈ ആഴ്ച തന്നെ എന്തായാലും പെരുന്നാളൊക്കെയാണ് വരുന്നത്. വേറെ വാങ്ങേണ്ടതുണ്ട്. അപ്പം അതിനു മുമ്പ് ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ 2ആയിട്ടാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, കാന്താരി മുളകാണ്. 1.5 തക്കാളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി 2 പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ സൈസ് ആക്കട്ടെ കേട്ടോ. നൈസായിട്ടായിരിക്കണം. ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്. ഉറയും വേണ്ട, കട്ടിംഗ് ബോർഡും വേണ്ട. ഇനി അരിഞ്ഞ് കഴിയട്ടെ. കട്ട് ചെയ്യണതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് അത് എടുത്ത് അത് ഇനി കഴുകിയൊക്കെ എടുത്ത് വെക്കണേലും ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ. ഇത് പാത്രങ്ങൾ നിരത്തണ്ടേ. അപ്പൊ അതൊന്നും ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. വെറുതെ ഇവിടെ ഇരിപ്പുണ്ടത്. അങ്കിള് വന്നു സഹായത്തിന്. ഓ, ഉരുളക്കിഴങ്ങ് ഞങ്ങള് പുഴുങ്ങിയിട്ടാണ് ഇടുന്നത്. ചായക്ക് വെള്ളം വെച്ചു, പാല് ഒഴിക്കട്ടെ. ഞങ്ങൾ അടുക്കളയിൽ കയറിയാ ധൃതി പിടിച്ചുള്ള പണിയാ ചെയ്യുള്ളൂ. എപ്പോഴെന്ന് വേഗത്തില് കാര്യങ്ങൾ നിൽക്കും. ഒരിടപ്പത്തും ചായ വെച്ചേക്കണു, ഒരിടപ്പത്തും കിഴങ്ങ് കൂട്ടാൻ വെച്ചേക്കണു. അങ്കിള് വന്നപ്പോ അങ്കിള് തിരുമ്മി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. തക്കാളി, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതില്ലേ ഇഞ്ചി, പച്ചമുളക്,
നൈസായിട്ട് അരിഞ്ഞേക്കണം. അപ്പോൾ തീരുമാനം പാണ്ട ഇടാണ്ട ഇട്ടോ അതവിടെയാണ് കല്ലുപ്പിട്ടുള്ള തീരുമാനം. മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അടുത്ത് മസാലപ്പൊടി ഉണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മസാലപ്പൊടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കല്ലുപ്പൊടി, വിനാഗിരി ചുരുക്കാം. അത് വിനാഗിരി ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മുകയാണ്. ഇനി ഒരു തേങ്ങ ചണ്ടി പിഴിഞ്ഞ് 2-ാം പാലും 3-ാം പാലും എടുത്തിട്ട് അതിൽ കലർത്തി വെച്ചെടുക്കും. ഇത്ര ഉള്ളു കാര്യങ്ങൾ. ഇത്തിരി തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് എന്നുമല്ല, ഈ പാൽപ്പാട ഇട്ടുണ്ടാക്കണ തൈര് നല്ല തൈരാണ്. ഇതിലേക്ക് ഈ ബട്ടർ ചിക്കൻ ഇതാക്കുന്നത് പോലെ അല്ലേ, ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പം അത് കാരണം കുറച്ച് തൈര് ചേർക്കും. ഇന്നലെ ഞങ്ങൾ അതെ 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 എല്ലാം ഇട്ട് തിരുമ്പാണ് കേട്ടോ. അപ്പൊ പിന്നെ ഇട്ടാ മതി കേട്ടാ. കാന്താരിമുളക് കുറെ പഴുത്തതായിരുന്നു. എരിവ് കൂടിയാലോ, അത് പിന്നെ ചേർക്കാൻ വേണ്ടി വരാണെങ്കിൽ. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. പുളി തൊട്ട് വെക്ക്. പുളി കൂടുതലുണ്ടോ? എന്നാ കുറച്ച് ഒഴിച്ചാൽ മതി. ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ചായ എടുത്തു ഞങ്ങൾ കഴിക്കാൻ പാടും. ഇതിന് ലൈറ്റിന്റെ പ്രകാശത്തിന് കടുപ്പം കുറവ് തോന്നണേ. മിക്സി പണി മുടക്കി. ഇത് ചിരണ്ടി എടുത്ത് 1-ാം പാല് പിഴിഞ്ഞെടുത്തിട്ട് അമ്മിയിലിട്ട് ഒതുക്കി അരച്ചിട്ട് ഒന്നുകൂടി പിഴിയാന്ന് എഴുതിയിരിക്കണേ. ഇത് 2 കൊടുക്കണില്ല, 3 മുറി. അടുത്ത 25-ാം തീയതി ഇവിടെ ഈ കുരിശുങ്ങ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ആൾക്കാർ കാലുകളൊക്കെ കുഴിച്ച് ഇടാനും പള്ളി വരെ, ഇവിടെ നിന്ന് പള്ളി വരെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. 1-ാം പാല് പിഴിഞ്ഞ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് അമ്മിയമ്മയിട്ടൊന്ന് ഒതുക്കി അരച്ചെടുത്തിട്ട് 2-ാം പാല് പിഴിഞ്ഞെടുക്കാമെന്ന് കരുതിയിട്ടാണ് അരയ്ക്കണത്. അമ്മിയമ്മയിട്ട് അരച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഏതൊരു കറി ആയിക്കോട്ടെ അമ്മിയിലിട്ട് അരച്ച് വെക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അത് ഞങ്ങളെ കുറേ കഴിച്ചേക്കണതാണല്ലോ. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് പറയാനാകും. അതിൻ്റെ പകുതി പോലും ടേസ്റ്റ് നമ്മൾ ഈ മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നതും കുക്കറിലിട്ട് വേവിക്കുന്നതും ഒക്കെ മറ്റേതിൻ്റെ ഗുണോ രുചിയോ ഒന്നുമില്ല. അതും ഞങ്ങൾ ഇറച്ചിയൊക്കെ കടലയൊക്കെയാണ്, കടല പയറ് പരിപ്പൊക്കെയാണ് ഞങ്ങൾ കുക്കറിൽ അധികവും വേവിക്കുന്നത്. ബാക്കിയൊക്കെ മൺകലത്തിലൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ. 1-ാം പാലും 2-ാം പാലുമായിട്ട് ഞാനിത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ 2-ാം പാൽ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. വേവക്കണ്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് അത് യോജിച്ച് വന്നു കഴിയുമ്പോൾ 1-ാം പാൽ ഒഴിച്ച് തിളവന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് അത് യോജിച്ചു. പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ്. ഇനിയിപ്പോൾ 1-ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. അതൊന്ന് തിള വന്നു കഴിയുമ്പോൾ ഇറക്കാം. മേലെ മല്ലിയില ഇടുന്നുണ്ട്. തിള വന്നു. ഇനി തീ ഓഫ് ചെയ്യാം. ചിക്കൻ കറി നന്നായിട്ട് കൊഴുത്ത് നല്ല പാകമായി.